അഫോർഡബിൾ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു ക്വിക്ക് മേക്കപ്പ് ലുക്ക് കണ്ടാലോ? അപ്പം ഞാനിതിൽ സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്തപ്പോൾ കറക്റ്റ് ആയില്ല. അപ്പം ഞാൻ മോയ്സ്ചറൈസറും സ്ക്രീനൊക്കെ ഇട്ടിട്ട് ഒരു പ്രോപ്പർ സ്കിൻ പ്രെപ്പ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ കൺസീലർ ഇടാൻ പോകുന്നത്. ഇത് മാർസിൻ്റെ കൺസീലർ പാലറ്റാണ്. ഇതിൽ കളർ കറക്ടറും കൺസീലറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഒറ്റൊരെണ്ണം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ ഇടരുത്. നമുക്ക് അത്യാവശ്യം അണ്ടർ ഐസിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ, പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ഏരിയാസിൽ മാത്രം ഇട്ടാൽ. പിന്നെ ഒന്ന് ഹൈലൈറ്റഡ് ആവാൻ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നോസിൻ്റെ ബ്രിഡ്ജിലൊക്കെ ഇട്ടു. അപ്പോൾ അടുത്തത് നമുക്കൊരു ഫൗണ്ടേഷൻ ഇടാം. ഞാൻ ഇത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ് എടുക്കണത്. നേരിട്ട് അങ്ങോട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം. എന്നിട്ട് നല്ലൊരു ബ്രഷ് എടുത്തിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കാം ബ്രഷിൽ അല്ലെങ്കിൽ ഫേസിൽ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഈവണായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ. നെക്കിലിടാൻ മറക്കരുതേ. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ്. നല്ലോണം പിഗ്മെൻറ്റഡ് ആണ്, ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. എന്നിട്ട് കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ചീക്കിൻ്റെ അവിടുന്ന് മുകളിലോട്ടാണ് കൊടുക്കാറ്. പിന്നെ നോസിലും. പിന്നെ അതേ ഇലുമിനേറ്ററാണ്. ഇതും ഇൻസൈറ്റിൻ്റെ ആണ്. നല്ലൊരു ഗോൾഡൻ ഷിമറി ഷെയ്ഡാണ്. ഞാനിതെല്ലാം കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി മെബിലിൻ്റെ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്തത്. ജസ്റ്റ് ആ കൺസീൽ ചെയ്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതേ ഐബ്രോ ഫില്ല് ചെയ്യുകയാണ്. അത് ഞാനൊരു അഫോർഡബിൾ പ്രോഡക്റ്റ് വെച്ച് തന്നെ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഐബ്രോ എല്ലാം ഫില്ല് ചെയ്തു. നിങ്ങൾ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിൽ ഒരിക്കലും മേടിക്കരുത്. ഒരു ഗ്രേയിഷ് ടിൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലാക്കേ മേടിക്കാവൂ, അല്ലെങ്കിൽ ബ്രൗൺ. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പാലറ്റ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഈ LA കളേഴ്സിൻ്റെ ഒരു നല്ല ഓപ്ഷനാണ്. അത്യാവശ്യം ഷിമ്മർ ഷെയ്ഡ്സും പിന്നെ നല്ല ന്യൂട്രൽ ഷെയ്ഡ്സും ഉണ്ട്. ഇതിൽ നിന്നൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഐലിഡ്സിൽ ഫുൾ അപ്ലൈ ചെയ്തത്. പിന്നെ ഐലൈനറും ഞാനൊരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് മസ്കാര ഞാൻ മെബിലിൻ്റെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്തത്. അത് വാട്ടർ പ്രൂഫാണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ക്ലംസി ആവാതെ ലോവർ ആൻഡ് അപ്പർ ഐ ലാഷസിൽ നന്നായി കൊടുക്കുക. പിന്നെ മാൾസിൻ്റെ ഒരു ലിപ്പ് ലൈനർ ഇട്ടാൽ നല്ല ഡിഫൈൻഡ് ആയിരിക്കും ലിപ്സ്. അപ്പോൾ എന്തായാലും ലിപ്പ് ലൈനർ മസ്റ്റായി നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ മാൾസിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫിംഗർ കൊണ്ടോ അല്ലെങ്കിൽ ലിപ്സ് കൊണ്ടോ തന്നെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ പറയണേ. പ്ലസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ എന്നോട് കമൻസിൽ പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ബൈ.